ഹായ് ഹലോ. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഡോക്യുമെൻ്റാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റാണ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ലഭിക്കുക എന്ന് നോക്കാം. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കൗൺസിലർ അപ്ലിക്കേഷനകത്ത് അറ്റസ്റ്റേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസസ് ഉണ്ട്. അതായത് ഇന്ത്യൻ എംബസിയിൽ അതിൻ്റെ അകത്ത് അതായത് ഇതിനകത്ത് മിസലേനിയസ് സർവീസസിനകത്ത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്. കണ്ടോ, ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് വരുന്നത് 6.25 KD നമുക്കിതിൻ്റെ സർവീസ് ചാർജ് ഇന്ത്യൻ എംബസിയിലുള്ള അതിൻ്റെ സ്റ്റാമ്പിങ്ങിനും കാര്യത്തിനൊക്കെ വരുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് പറയും എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫോർ എ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ഫ്രം മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള നമ്മളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി ആൻഡ് സിവിൽ ID കോപ്പി, പിന്നെ വന്നിട്ട് ഫോം നമ്പർ 2 അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഫോട്ടോഗ്രാഫ്, പിന്നെ നമ്മുടെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ്, ഒതൻറ്റിക്കേറ്റഡ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ഇത് നമുക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മേടിക്കാം, നമ്മളുടെ കോളേജിൽ നിന്നും മേടിക്കാം. നമ്മളുടെ പ്രിൻസിപ്പൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ഏത് വർഷമാണ്, നമ്മൾ എഡ്യൂക്കേഷൻ അക്കാദമിക് ഇയർ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ ആയിരുന്നു, നമ്മൾ പാസ്സായത് ഏത് സമയത്തായിരുന്നു, നമ്മൾ പാസ്സായപ്പോൾ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, അത് വന്നിട്ട് ഗുഡാണോ, വെരി ഗുഡ് ആണോ, എക്സലൻ്റ് ആണോ എന്നും കൂടി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്. ലൈക്ക് ദാറ്റ് നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ, പക്ഷെ അതിനകത്ത് ഗ്രേഡ് കൂടുതലായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒറിജിനൽ ആൻഡ് കോപ്പി ഓഫ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ്. അപ്പം നമ്മൾ ഒറിജിനൽ അതുപോലെ തന്നെ കോപ്പിയും ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും നമുക്കവിടെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് മേ ബി സബ്മിറ്റഡ് ബൈ ദി എംബസി ഫോർ ദ വെരിഫിക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രം 10th തൊട്ട് ഉള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ ഓൾ ഇയറിലെ മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ നഴ്സിംഗ് ലൈസൻസും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഇതാണ് നമ്മൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ എംബസിയുടെ ഈ കൗൺസിലർ സെൻറ്റേഴ്സ്, നമുക്ക് 4 കൗൺസിലർ സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒരെണ്ണം വന്ന് കുവൈറ്റ് സിറ്റി, പിന്നെ വാഹേൽ, പിന്നെ അൽഷുവൈക്ക്, പിന്നെ ജഹറ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു റീൽസ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സെൻറ്റേഴ്സിലാണ് നമുക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസസ് അറ്റസ്റ്റേഷൻ സർവീസസിൻ്റെ അണ്ടറിൽ മിസലേനിയസ് സർവീസസ് ആയിട്ടാണ് വരുന്നത്. മിസലേനിയസിനകത്ത് നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ളത് കൊണ്ടാണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് നമുക്ക് ആ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്ന് നിങ്ങളുടെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇന്ത്യൻ എംബസിയെ സമീപിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ കുവൈറ്റിലേക്കുള്ള ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്
എങ്ങനെ കിട്ടും, എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണമായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.